സോ ഗൈസ്, നമ്മളിപ്പോ ഏകദേശം നമ്മൾ ഗോവ എത്താറായിരിക്കുന്നു. ഇത് അപ്രോക്സിമേറ്റ്ലി സ്ഥലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുരുടേശ്വരം വഴിയാണ് നമ്മൾ ഗോവയ്ക്ക് ഇപ്പൊ പോകുന്നത്. അതിമനോഹരമായ ലാൻഡ്സ്കേപ്പുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അങ്ങോട്ട് നോക്കൂ. നമുക്ക് കാണാം വളരെ രണ്ട് സൈഡിലും പച്ചപ്പ് നിറഞ്ഞത്, അതേപോലെ തന്നെ റോഡിനടുക്കൊരു പശുവും. വളരെ മനോഹരമായ റോഡാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. വലത്തേക്കൊരു പനോരമ ഷോട്ട് പോലെ തന്നെയാണ് നമ്മുടെ മലനിരയിൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത്. വളരെ ഭംഗിയേറിയ കാഴ്ചകളാണ് നമ്മൾ ഈ പോകുന്ന വഴിയിൽ കാണാൻ കിട്ടുന്നത്. എന്താ പറയുക, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് വളരെ ഭംഗിയേറിയ നിറഞ്ഞു നിൽക്കുന്ന. നമ്മള് കുറച്ച് ഈ സിനിമ കണ്ട് വീട്ടിൽ ഇരിക്കുകയോ അല്ല കൂട്ടുകാരുടെ കൂടെ ചാറ്റ് ചെയ്തോ വീഡിയോ കണ്ടോ ഇരിക്കുന്ന സമയത്തിൽ കുറച്ച് ഇറങ്ങി നടക്കും, എക്സ്പ്ലോർ ചെയ്യും. നമ്മള് എക്സ്പ്ലോർ ചെയ്യാന്ന് പറയുന്നത് എവിടെയെങ്കിലും പൈസ മുടക്കി പോകണമെന്നില്ല. നിങ്ങൾ ബസ്സിൽ പോകുമ്പോഴും ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കും. നമ്മളൊരു ഫോൺ എടുത്ത് ഇതിന്റെ ഫോട്ടോ എടുത്ത് സേവ് ചെയ്ത് വെക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പോയി കണ്ട് കണ്ണിൽ പതിക്കുമ്പോഴാണ്. കണ്ണിൽ കൂടെ നമ്മൾ കണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഇത് ഉൾക്കൊള്ളിക്കുമ്പോഴാണ് അതിനൊരു സന്തോഷം കിട്ടുക. ശരിയല്ലേ? അപ്പൊ അങ്ങനെ കൂടുതൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ അത്ര പ്രശ്നം വന്നാലും ഇപ്പോഴത്തെ ആൾക്കാരെല്ലാരും ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നിരിക്കും, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എന്നാ ശരി ഞാൻ പോയി ആത്മഹത്യ ചെയ്യാം, അല്ലെ വെള്ളത്തേടെ ഇതുപോലെ എന്തെങ്കിലും വെള്ളം കണ്ടു കഴിഞ്ഞാൽ പാലത്തിന് മേളിൽ നിന്ന് ചാടുക, കല്ല് പുല്ല് പൊടി ഇതിന്റെ പുറകെ പോവുക. ഇതൊന്നും അല്ല യഥാർത്ഥ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലും. പച്ചപ്പിന്റെ സുഖം അതിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലും. നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം തരുമെന്നാണ് ഞാൻ പറയുള്ളൂ. നിങ്ങൾ മുമ്പോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ മനോഹരമായ റോഡ്. അങ്ങോട്ട് നോക്കും, മലയുടെ മേളിൽ അതിമനോഹരമായ ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷിമോഗയിൽ നിന്ന് മുരുടേശ്വരം റോഡിലാണ്. ആ റോഡിൽ കാണുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ വളരെ അതിമനോഹരം. മലനിരകൾക്ക് നടുവിലെ ഒരു ടവർ, അത് കാണുന്നില്ല കേട്ടാ, ക്ഷമിക്കൂ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഈ മലനിരകളുടെ വരുന്നതാ അതായത് വെസ്റ്റേൺ ഗട്ട്സ് അല്ലേ? വെസ്റ്റേൺ ഗട്ട്സ് എന്തേ നിർത്താൻ പറയാൻ എന്നോട് പറഞ്ഞില്ല. സോ ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന റൈഡേഴ്സ് ആണ്. സോ അവര് ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ടീമാണ്. ഗ്രേറ്റ്, ഇറ്റ്സ് റിയലി ഗ്രേറ്റ് ടു സീ സം പീപ്പിൾ ആർ സ്റ്റിൽ allowed to ride bike. I miss those days. Anyway, പക്ഷെ നല്ലൊരു കാര്യമാണ്. ഓരോരുത്തരുടെ വേ ഓഫ് എക്സ്പ്രസിംഗ് ദെയർ ഫീലിങ്സ് വളരെ ഡിഫറെന്റ് ആണ്. ചിലർക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഇഷ്ടം, ചിലർക്ക് സ്വന്തമായിട്ട് ഒറ്റയ്ക്കിട്ട് റൈഡ് പോകാൻ, ചിലർക്ക് ഇതുപോലെ മല കയറാൻ, ട്രക്കിങ് ചെയ്യാൻ. ഓരോരുത്തരുടെയും ഓരോ രീതിയുണ്ട്. ഇനി ചിലർക്ക് റൂമിൽ കഥ അടച്ച് ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ അറിവ് കൂടുതൽ നേടാനാണ് ഇഷ്ടം. ഒറ്റയ്ക്ക് ഇരുന്നാലും അറിവ് കയറുള്ളൂ. ഇത് NWKRTC എന്ന് പറഞ്ഞ ഇതിന്റെ ഇത് എന്താണെന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? അറിയാവുന്നവര് NWKSTC അല്ലെ? KSR ഇല്ല, KSTC. സോ അതിന്റെ ഫുൾ ഫോം അറിയാവുന്നവരെന്ന് കമന്റ് ചെയ്യോ. സോ ഒരു ക്ലൂ തരാം, ഇത് കർണാടകയിലെ ബസ് റൂട്ടാണ്. അവരുടെ പേരാണിത്. നമ്മുടെ KSRTC, കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ കീഴിലുള്ള വേറൊരു ബസ് റൂട്ടാണിത്. സോ ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയാവുന്നവര് കമന്റ് ചെയ്യാം. ഭക്ഷണം കൊടുക്കണ്ട, കളിയാടാ, കബഡിയോ, വെള്ളത്തിന്ന് മറ്റേ സാധനം യൂ ടേൺ പറയുന്ന ഈ മലയിൽ നിന്ന് കയറണടാ. ഈ മല ആരും ഇതുവരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. ഇതോ ഗൈസ്, അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ കടലിനോടെ തീരത്തോടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കടലും കായലും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. വളരെ അതിമനോഹരമായ ഒരു ദൃശ്യങ്ങളാണ് നിങ്ങളുടെ കൺമുമ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഗോവയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് പോയവർക്ക് പലർക്കും അറിയാം ഈ റൂട്ടിനെ കുറിച്ച്, എങ്കിലും ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അത് കാരണം പ്രത്യേകിച്ച് പറയാൻ അറിയാത്ത കാരണത്താലും അധികം ഒന്നും പറയുന്നില്ല. പക്ഷെ വളരെ സുന്ദരമായ കാഴ്ചയാണ്. ഞങ്ങളുടെ ഇതുപോലുള്ള യാത്രകൾക്ക് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ള ദയവ് ചെയ്ത് കുറച്ച് പൈസ തന്ന് സഹായിക്കുക. നന്ദി, നമസ്കാരം. ഇതുപോലുള്ള പുതിയ പുതിയ നല്ല വീഡിയോസ് ഞങ്ങൾ ഇടുന്നതാണ്. നല്ല നല്ല യാത്രകൾ നിങ്ങൾ സ്പോൺസർ ചെയ്യും. നിങ്ങൾ പൈസ നിങ്ങൾ പറയും ഇന്നടത്തോട്ട് പോകാൻ, ഞങ്ങൾ പോയിരിക്കും. നിങ്ങൾക്ക് പോകാൻ പറ്റാത്തത് ഞങ്ങൾ സഹായിച്ചു തരും.
അതെ ഗൈസ്, നിങ്ങൾക്ക് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ഒരു കായലിനും കടലിനും ഇടയ്ക്കായിട്ടുള്ള ഒരു ചെറിയ ഐലൻഡ് ആണ്. വളരെ ഭംഗിയേറിയ ഐലൻഡാണ്. അങ്ങോട്ട് പോകാൻ ഞങ്ങൾ ശ്രമിച്ചു, പക്ഷേ അങ്ങോട്ട് കടത്തിവിടുന്നില്ല. പിന്നെ ബോട്ടുകാരോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇല്ല, കടത്തിവിടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞു. സാധാരണ നിങ്ങളെ അവിടെ കൊണ്ടൊന്ന് കാണിക്കാൻ പറ്റില്ല. സോറി ഗൈസ്, നമുക്ക് വേറെ ഏതെങ്കിലും ലൊക്കേഷൻ പിടിക്കാം. ഇവിടെ ഫുള്ള് മണ്ണിടിച്ചിലാണ് ഗൈസ്. ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു റൂട്ടാണ്. ഹിമാലയം ഇങ്ങനെയല്ല അതായത് മണ്ണിടിനല്ല JCB തോണ്ടിയൊക്കെ JCB എന്തിനാണ് തോണ്ടി താഴെട്ടുള്ളത്? നമ്മളെ അറിയാവുന്നവരത് തോന്നുന്നു ഗൈസ്. നമുക്ക് ഹായ് ഒക്കെ തന്നു ഗൈസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാർവാറിലാണ്. ഇത് നമ്മുടെ യുദ്ധക്കപ്പലാണ്, എയർക്രാഫ്റ്റ് കാരിയർ. നേവിയുടെ യാർഡാണിത്. മൊത്തം കപ്പലുകൾ പോയത്. ആ കാണുന്നത് നേവിയുടെ ബിൽഡിങ്ങാണ്. ഇവിടെ മൊത്തം നേവിയുടെ കപ്പൽ, അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന ലൊക്കേഷനാണ്. നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട്. ഇത് ആക്ച്വലി നമ്മൾ കയറാൻ പോകുന്നത് ഇപ്പൊ കാർവാറിലെ ടണലാണ്. 500 മീറ്റർ ആണ് ഇതിന്റെ നീളം. എക്സാക്ട്ലി ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ കാർവാർ നേവൽ ബേസ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ടണലാണിത്. ദൂരം 500 മീറ്റർ ആണ് ഇതിന്റെ ദൂരം വരുന്നത്. ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഫുട്പാത്ത്, അതേപോലെ തന്നെ ലൈറ്റിംഗ് ഫെസിലിറ്റി, കറക്റ്റ് ഒരു ഗുഹയ്ക്കുള്ളിൽ കൂടെ പോകുന്നൊരു ആംബിയൻസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേളിലാണെങ്കിലും ശരി, പാറകൾ കോൺക്രീറ്റിനെ അവർ സ്പ്രേ ചെയ്തിട്ട് പാറകൾ ഇങ്ങനെ നിൽക്കുന്ന രീതിയിലാണ് ഇവര് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. വളരെ ഭംഗിയേറിയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നോന്ന് എനിക്കറിയില്ല. ഈ ടണലിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഭംഗിയൊന്ന് നിങ്ങൾ കണ്ടു നോക്കും. വളരെ ഭംഗിയേറിയ ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പോകുന്നത്. ഗൈസ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വളരെ ഭംഗിയേറിയ വ്യൂ ആണ്. അടുത്ത ടണൽ വന്നിട്ടുണ്ട്. സെയിം അതേപോലെ തന്നെ ടണലാണ്. അടുത്ത മല കുത്തിത്തുറന്ന സെറ്റപ്പ്. വലിയ മാറ്റമൊന്നുമില്ല, സെയിം. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കാർവാർ സിറ്റി, നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഗോവ. സോ നമ്മൾ ഹൈവേ എടുത്ത് നേരെ ഗോവയ്ക്ക് പോവാം. ദ്വീപല്ല, ദ്വീപ് അത് കാണില്ല. അവിടെയൊക്കെ പല രീതിയിലുള്ള ജീവജാലങ്ങൾ ജീവിച്ചിരിക്കുന്നു. അതാണ് പാർട്ടികള് കടലിന്റെ ഭംഗിയേറിയ വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇടിക്കോ ഗൈസ്, അപ്പൊ ഇത് നമ്മുടെ കടലും ഒരു റിവറും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു ലൊക്കേഷനാണ് ഇത്. ഈ പാലം കാളി റിവർ, അതാണ് ഈ ആറിന്റെ പേര്. വളരെ ഭംഗിയേറിയ ഇതാണ്. വളരെ കുറെ ഐലൻഡുകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ ഭംഗിയേറിയ വിഷ്വൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങള് ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ എത്തി ഒക്കെ നോക്കുന്നുണ്ട്. അതിന്റെ മലേന്റെ ഇടയിൽ ഒരു വീട്. എന്നാ സാധനല്ലേ. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. ഓൾറെഡി ഓർഡർ ചെയ്തു. ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈഡ് റൈസ്, കിങ് ഫിഷ് താലി, ചിക്കൻ 65 എല്ലാം മിക്സ് ചെയ്തിട്ട് ഓർഡർ ചെയ്തതാണ്. ഫുഡ് എങ്ങനെയാ? ബ്രെഡിലെ ഒരു രക്ഷയില്ല. എന്താണ് ഫുഡിനെ കുറിച്ച് പറയാനുള്ളത്? അടിപൊളിയാ. കറക്കണ്ടേ? വെൽക്കം ടു ഗോവ. യൂട്യൂബേഴ്സ് പറയാം നമ്മ യൂട്യൂബേഴ്സ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. സോ ഗൈസ്, നമ്മളങ്ങനെ ഗോവയിലേക്ക് കടന്നിരിക്കുന്നു. ഗോവയിൽ ഫസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയ ഇത്. ഫസ്റ്റ് കയറി ഉടനെ ആദ്യം കണ്ടത് ഒരു ബാറാ ലെഫ്റ്റ് സൈഡില്. ഇതേ രണ്ടാമത്തെ ബാറ്. സോ എങ്ങോട്ട് തിരിഞ്ഞാലും ബാറാണ്. എടാ ഇന്ന് എന്താണ് അടച്ചിട്ടേക്കണ? അടിക്കുന്നുണ്ട്. അതൊക്കെ നോക്കുന്നുണ്ട്. ഇത് മൂന്നാമത്തെ ബാറ്. ഗൈസ്, എന്താണിത്? എവിടെ നോക്കിയാലും ബാറാണ്, വെറും ബാർ അല്ലേ? ഗൈസ്, നിങ്ങളും ഒന്ന് ഗോവ വിസിറ്റ് ചെയ്യാം. വളരെ ഭംഗിയേറെ സ്ഥലങ്ങളുണ്ട് ഗോവയില് കാണാന്.
അപ്പൊ നിങ്ങൾ തീർച്ചയായും വിസിറ്റ് ചെയ്യാം. ബാർ മാത്രമല്ല ഭക്ഷണം ടേസ്റ്റ് ചെയ്യാവുന്നവർക്ക് വിസിറ്റ് ചെയ്യാം. മാത്രമേ ഉള്ളൂ. കുടിക്കാത്തവരൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ബസ്സിന് സോ അപ്പം നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ. അപ്പൊ നമ്മള് റൂം തപ്പുമായിരുന്നു നാളെ, ഒരു ദിവസത്തേക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. നാളെ ഭയങ്കര ആവശ്യപ്പെടും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സിദ്ധു ക്യാമറമാൻ അങ്ങനെ റെഫർ ചെയ്ത് ഒരു അപ്പാർട്ട്മെന്റ്സ്. അത് നമുക്കത് വളരെ റേറ്റ് കുറച്ച് കിട്ടി. അറൗണ്ട് 2,300 രൂപ. ഓൺലൈനിൽ അതിനേക്കാളും റേറ്റ് കൊടുക്കാം. അറൗണ്ട് 2,200 രൂപ. നമുക്കത് 2,000 ഓൾറെഡി നമുക്ക് സോഫ സെറ്റ് വന്നിട്ടുണ്ട്. TV, ഇൻവെർട്ടർ സിസ്റ്റം, സെറ്റ് ബോക്സ്, ഒരു ഡൈനിങ് ടേബിൾ, വളരെ ഓപ്പൺ സ്പേസ് ആയിട്ടുള്ള ഒരു ഗാർഡൻ. പൂള് അവിടെ ഉണ്ട്. പാതിയാണ് പൂളില്. സോ പൂളിന്റെ ഒരു ചെറിയ വ്യൂയോടെ ഒരു സെറ്റപ്പ് ഇട്ടിട്ടുണ്ട്. അടുത്തത് വളരെ സ്പേഷ്യസ്. 2,200-2,300 വളരെ സ്പേഷ്യസ് ആണ്. ഫ്രിഡ്ജ് ഉണ്ട്, ഓവൻ ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഗ്യാസ് സ്റ്റവ് ഉണ്ട്. സിലിണ്ടർ ഇല്ല, അതിലൊന്നും സിലിണ്ടർ റേറ്റ് കൂടിയാണ്. സിലിണ്ടർ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ സിലിണ്ടറും കിട്ടും. പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള കുട്ടികൾക്കുള്ള പൂൾ സെപ്പറേറ്റ്, വലിയവർക്കുള്ള സെപ്പറേറ്റ്, അങ്ങനെ പൂൾ വ്യൂ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു വ്യൂ പോയിന്റ്. ടോട്ടൽ 3 ബാൽക്കണിയാണ്. 1 അല്ല 2 അല്ല 3 ബാൽക്കണി. ബാത്റൂമിൽ ആളുണ്ട്. സോറി, വേറൊരു ബെഡ്റൂം വിത്ത് AC. നമുക്ക് വിത്ത് AC ആണ് കിട്ടുന്നത്. ഒരു കബോർഡ് ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ കബോർഡ്, ക്യൂൺ സൈസ് ബെഡ്. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയൊരു ടേബിള് തന്നിട്ടുണ്ട്. വിൻഡോ, സ്ലൈഡിംഗ് വിൻഡോ ആണ്. ഇതൊരു റൂം മാത്രമാണ് നമുക്ക് ഉള്ളത്. രണ്ടാമത് ഇനി അടുത്തൊരു റൂം ഉണ്ട്, നേരെ രണ്ടാമത്തെ റൂം. അതിന് AC ഉണ്ട്, ഒരു ബാത്റൂം അറ്റാച്ച്ഡ്, സെയിം കബോർഡ് ഒരെണ്ണം, ഒരു ഡ്രസ്സിംഗ് ടേബിള് നമുക്കുണ്ട്. ഡ്രസ്സിംഗ് ടേബിള് അതിന്റെ കൂടെ തന്നെ AC ഓൾറെഡി ഞാൻ പറഞ്ഞു, 2 റൂമിൽ AC. അതല്ല വീണ്ടും ഒരു ബാൽക്കണി. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ബിൽഡിംഗ് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ എന്താ പറയാ പഴയ ബിൽഡിംഗ് ആയിട്ട് തോന്നും. പക്ഷെ ഉള്ളില് അത്യാവശ്യം നമ്മളൊരു 2 ദിവസം 3 ദിവസം നമുക്ക് വന്ന് നിൽക്കാൻ പറ്റിയ സ്പേഷ്യസ് ആയ റൂമാണ്. ഇനി ഫ്രണ്ട്സ് പാർട്ടിക്ക് വേണ്ടി വന്നാണെങ്കിലും ഒരു ഫാമിലി ആയിട്ട് വരുന്നതാണെങ്കിലും വളരെ അഫോർഡബിൾ റേറ്റിലാണ് നമുക്കിപ്പോൾ. മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കറന്റ് ഓഫ് സീസൺ ആണ്. നിങ്ങൾ ആരെങ്കിലും ഗോവയ്ക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് തന്നെ പ്രിഫർ ചെയ്യുക. ഇത് ഏതാണ് പ്രോപ്പർട്ടി എന്ന് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം, കമന്റ് ചെയ്യാം. സോ ഞാൻ ഉറപ്പായിട്ടും കോൺടാക്ട് നമ്പർ പ്ലസ് ഇതിന്റെ ലൊക്കേഷൻ, അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതിന്റെ പ്രോപ്പർട്ടി നെയിം ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. വളരെ അഫോർഡബിൾ റേറ്റ് ആണ്. കറന്റ് ഓഫ് സീസൺ നടക്കായതുകൊണ്ട് തന്നെ വളരെ അഫോർഡബിൾ റേറ്റ് ആണ് പല പ്രോപ്പർട്ടീസും പോകുന്നത്. ഇത് വളരെ സ്പേഷ്യസ് ആണ്. ഐ റിയലി റെക്കമെൻഡ്. എല്ലാവരും ടയർഡാണ്. അതിനുശേഷം വൈകുന്നേരം ഒരു 7-8 മണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെളിയിൽ പോകുന്നതാണ്. ബാക്കി ഗോവൻ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പം സമയം ഇപ്പോൾ 7 മണി ആയിട്ടുണ്ട്. നമ്മള് ബീച്ചുകളെല്ലാം ഒന്ന് കറങ്ങാൻ വേണ്ടി, നമ്മളിപ്പോ സൗത്ത് ഗോവയിലാണ്, നമ്മളിപ്പോ ബീച്ചുകളെല്ലാം ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയേക്കാം. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഫ്രഷപ്പ് ആയിട്ട് നമ്മളിവിടെ തന്നെ ഉണ്ട്. എല്ലാവരും നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, അപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കുന്ന വാസ ബീച്ചിലോട്ടാണ്. അപ്പോൾ വാസ ബീച്ച് എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഗോവയില് ഏറ്റവും അടുത്ത്, ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ്സിന് അടുത്തുണ്ടായിരുന്നൊരു ബീച്ചാണ്. സോ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ഇത് ബീച്ചിലോട്ടുള്ള എൻട്രൻസ് ആണ്. നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ് ഇവിടെ വന്നേക്കുന്നത്. നിങ്ങൾക്ക് കണ്ടറിയാം, ആൾക്കാരുണ്ട് എങ്കിലും വളരെ കുറവായിട്ടുള്ളത്. വളരെ ആൾക്കാർ കുറവാണ് ഈ ബീച്ചിൽ ഉള്ളത്. ഇതാണ് സീനറി. എങ്ങനെയുണ്ട് ഗൈസ് എക്സ്പീരിയൻസ്? വളരെ ആൾക്കാർ കുറവായതുകൊണ്ട് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ ഗൈസ്? ഇപ്പൊ ഇത് ലോ ടൈഡിന്റെ സമയമാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കടല് വളരെ ഇറങ്ങിപ്പോയിരിക്കുന്നു. അതായത് മുമ്പ് ആ ആൾക്കാരിരിക്കുന്ന സ്ഥലം വരെയാണ് കടലുണ്ടായിരുന്നത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇത്രയും ദൂരത്തില് കടലിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. നോക്കൂ, എന്ത് ഭംഗിയാണെന്ന് നോക്കൂ.